ആലപ്പുഴ രാമങ്കരി പഞ്ചായത്തിൽ 5.5 പതിറ്റാണ്ട് നീണ്ട LDF ഭരണത്തിന് അന്ത്യം. CPIM പിന്തുണയോടെ UDF അധികാരത്തിലെത്തി പ്രസിഡന്റായ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം R രാജുമോനെ തെരഞ്ഞെടുത്തു. വിപ്പ് ലംഘിച്ചാണ് CPM അംഗങ്ങൾ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത്. രാമങ്കരിയിലെ അവിശുദ്ധ കൂട്ടുകെട്ട് നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് CPIM വിമതപക്ഷം ആരോപിക്കുകയാണ്. CPIM വിമത നേതാവ് R രാജേന്ദ്രകുമാരനെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് നീക്കാനായിരുന്നു കോൺഗ്രസുമായി ചേർന്ന് CPIM ഔദ്യോഗിക പക്ഷം പഞ്ചായത്തിൽ അവിശ്വാസം കൊണ്ടുവന്നത്. അവിശ്വാസത്തിലൂടെ CPIM അംഗങ്ങളായ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, 2 സ്ഥിരം സമിതി അധ്യക്ഷന്മാർ എന്നിവരെ പുറത്താക്കി. കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്ന ധാരണയിലായിരുന്നു നീക്കം. തെരഞ്ഞെടുപ്പിൽ CPIM അംഗങ്ങൾ ആ വാക്കുപാലിച്ചു. ആകെയുള്ള 12 പഞ്ചായത്ത് അംഗങ്ങളിൽ ഔദ്യോഗിക പക്ഷത്തെ 4 CPIM അംഗങ്ങളും 4 UDF അംഗങ്ങളും പിന്തുണച്ചതോടെ കോൺഗ്രസ് അംഗം രാജുമോൻ പഞ്ചായത്ത് പ്രസിഡന്റായി. CPIM അംഗങ്ങൾ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തതിൽ CPIM ജില്ലാ സെക്രട്ടറി മറുപടി പറയണമെന്ന് തോറ്റ LDF സ്ഥാനാർത്ഥി സജീവ് ഉദുംതറ. രാമങ്കരിയിലെ ഇടതുപക്ഷ വിശ്വാസികൾക്ക് കോട്ടം തട്ടാതെ ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇടതുപക്ഷം ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ മത്സരിക്കുകയുണ്ടായി. വളരെ വീറോട് തന്നെ മത്സരിച്ചത്. ഞങ്ങൾ ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചെയ്ത് ജനപ്രതിനിധികളാക്കി തിരഞ്ഞെടുത്ത ആളുകളെ ഒരിക്കലും വഞ്ചിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. രാമങ്കരിയിലെ ശരിയായ ഇടതുപക്ഷം ഞങ്ങൾ തന്നെയാണെന്ന് അഭിമാനത്തോടെ പറയുകയാണ്. ചിഹ്നത്തിൽ മത്സരിച്ച 8 പേർക്കും വിപ്പ് കൊടുത്തിരുന്നുവെന്നും വിപ്പ് ലംഘിച്ചവർക്കെതിരെ ശക്തമായി നടപടി ഉണ്ടാകുമെന്നും രാമങ്കരി ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സലിംകുമാർ. 4 പേരുടെ വിമതരെന്ന് പറയപ്പെടുന്ന 4 പേരിൽ ഒരാൾ മത്സരിക്കാൻ തയ്യാറായപ്പോഴായിരിക്കും ഒരു പക്ഷേ മറ്റുള്ളവർ മാറി വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പാർട്ടി അറിഞ്ഞുകൊണ്ടല്ല യാതൊരു തവണ പാർട്ടിക്ക് യാതൊരില്ല. പാർട്ടി കർശനമായ വിപ്പ് കൊടുത്തതാണ്. ആ വിപ്പ് ലംഘിച്ചവർക്കെതിരെ കൃത്യമായ നടപടി പാർട്ടി ഉണ്ടാകും. 1/4 നൂറ്റാണ്ടിലധികമായി CPIM ഭരിച്ചിരുന്ന രാമങ്കരി പഞ്ചായത്താണ് ഒടുവിൽ വിമതപക്ഷത്തെ പുറത്താക്കാനായി CPIMന് കോൺഗ്രസിന് നൽകേണ്ടി വന്നത്. കുട്ടനാട്ടിലെ വിമത നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ R രാജേന്ദ്രകുമാർ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടതോടെ CPIയിൽ ചേർന്നിരുന്നു. പഞ്ചായത്ത് അംഗത്വവും രാജിവെച്ചു. കഴിഞ്ഞ ഓഗസ്റ്റിൽ കുട്ടനാട്ടിൽ 200-ലധികം പാർട്ടി അംഗങ്ങളാണ് CPIM വിട്ട് CPIയിൽ ചേർന്നത്. കൂടുമാറ്റത്തിന് പിന്നിൽ വിമത നേതാവ് R രാജേന്ദ്രകുമാർ ആണെന്നതാണ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. 24 ആലപ്പുഴ. ടോമി തോമസ് പറയുന്നു, കാനഡയിലെ പല മലയാളി വിദ്യാർത്ഥികൾ ഇപ്പോൾ മരങ്ങളുടെ ചുവട്ടിൽ ഉറങ്ങുകയാണ്. അവർക്ക് താമസ സൗകര്യം ഇല്ല എന്ന് ടോമി പറയാം. ടോമി കാനഡയിലുള്ള വിദ്യാർത്ഥിയാണെന്ന് അറിയില്ല.